ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ അതിരൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതി. നിങ്ങൾ അവിടെ പോയിരുന്നോ എന്നും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശമെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഒരു യഥാർത്ഥ ഭാരതീയന് ഇങ്ങനെ പറയാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2020 ഗാൽവൻ സംഘർഷത്തിൽ ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തുവെന്ന പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭാരതത്തിന്റെ 2000 കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയാനാകില്ലെന്നും തുറന്നടിച്ചു. 2020 ഗാൽവനിലൂടെ ഭാരതത്തിലേക്ക് കടന്നുകയറാൻ ചൈന ശ്രമിച്ചെങ്കിലും അന്ന് സൈന്യം ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിരുന്നു. എന്നാൽ സൈന്യത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കൈയടക്കിയെന്നായിരുന്നു ഭാരത് ജോഡോ യാത്രക്കിടയിൽ രാഹുലിന്റെ പരാമർശം. രാഹുലിന്റെ വാക്കുകളോട് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് AG മസീഹും അടങ്ങുന്ന ബെഞ്ച് വിശ്വസനീയമായ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ പ്രതികരണമെന്നും ചോദിച്ചു. മാധ്യമങ്ങളിലൂടെ ഉത്തരവാദിത്തമില്ലാതെ പ്രതികരിക്കരുതെന്നും പാർലമെന്റിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നും കോടതി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും അതിനു മുൻപും നിരവധി തവണ സൈന്യത്തിനെയും രാജ്യത്തെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി.